ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ വരുന്ന സെക്കൻഡ് മോഡ്യൂളിലുള്ള ടോപ്പിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതായിരിക്കും സെക്കൻഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് വീഡിയോ. സെക്കൻഡ് മോഡ്യൂൾ ഇതോടെ ഓവറാണ്. ആൻഡ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഇംപ്രൂവിങ് ദ ഡിസൈൻ, സറോഗേറ്റ് കീ കൺസിഡറേഷൻസ്, ഹയർ ലെവൽ നോർമൽ ഫോംസ്, ബോയ്സ് കോഡ് നോർമൽ ഫോം, ഫോർത്ത് നോർമൽ ഫോം, ജോയിൻറ്റ് ഡിപ്പെൻഡൻസീസ് ആൻഡ് ഫിഫ്ത്ത് നോർമൽ ഫോം. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സറോഗേറ്റ് കീ കൺസിഡറേഷൻ അതിൻ്റെ നോട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അത് ChatGPT വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചോദിക്കുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സിമ്പിൾ ആൻഡ് ഒരു ചെറിയ കോൺസെപ്റ്റാണ് ഈ സറോഗേറ്റ് കീ. ഈ സറോഗേറ്റ് കീ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോർമലൈസേഷൻ ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഡേറ്റാബേസിലുള്ള ടേബിൾസിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഡ്യൂപ്ലിക്കേഷൻസ്, റിഡൻഡൻസീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അനോമലീസ് അതിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ 1NF 2NF 3NF ആണ് ഇതുവരെ നോക്കിയത്. ഇതിൽ ഫസ്റ്റ് നോർമൽ ഫോമിലാണെങ്കിൽ നമ്മൾ റിപ്പീറ്റിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും. അറ്റോമിക് വാല്യൂസ് മാത്രമേ നമുക്ക് ഓരോ സെല്ലിലും സ്റ്റോർ ആക്കാൻ പറ്റത്തുള്ളൂ. ഇനി സെക്കൻഡ് നോർമൽ ഫോമിൽ വരുമ്പോൾ അതിൽ നമ്മൾ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് നോർമൽ ഫോമിൽ നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്യും. തേർഡ് നോർമൽ ഫോം വരെ വന്നപ്പോൾ തന്നെ നമ്മളുടെ ഡേറ്റാസ് എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കും. ആൻഡ് ഡ്യൂപ്ലിക്കേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് അവോയ്ഡ് ആക്കി കാണും. ഇനി എന്താണ് ആഫ്റ്റർ തേർഡ് നോർമൽ ഫോം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഓർഗനൈസ്ഡ് ആയി. നമുക്ക് ഇനിയും ചോയ്സസ് ഉണ്ട്. നമ്മളുടെ ഡേറ്റാബേസിനെ ബെറ്റർ ആക്കാം, ഫാസ്റ്റർ ആക്കാം. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീ കോൺസെപ്റ്റാണ് സറോഗേറ്റ് കീ. ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളുടെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് ടേബിളാണ് ഉള്ളത്. സ്റ്റുഡൻറ്റ് ടേബിളിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമെയിലാണ് പ്രൈമറി കീ ആയിട്ട് യൂസ് ആക്കുന്നതെന്ന് വെക്കാം. ഇമെയിലല്ല യുണീക്കല്ല, അപ്പോൾ അതിന് നമുക്ക് പ്രൈമറി കീ ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് വാട്ട് ഇഫ് എ സ്റ്റുഡൻറ്റ് ചേഞ്ചസ് ദെയർ ഇമെയിൽ ID? സ്റ്റുഡൻറ്റ് ഇമെയിൽ ID ചേഞ്ച് ചെയ്താൽ പിന്നെ അത് കുറച്ച് ഡിഫിക്കൾട്ടല്ലേ നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ. അപ്പോൾ ടു അവോയ്ഡ് പ്രോബ്ലംസ് ലൈക്ക് ദീസ് നമ്മൾ സറോഗേറ്റ് കീ കോൺസെപ്റ്റ് യൂസ് ചെയ്യും. സറോഗേറ്റ് കീ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ID ആണ്, ലൈക്ക് നമ്പേഴ്സാണ്. ഇത് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ്, നെയിം, വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. ഇമെയിൽ ചേഞ്ച് ആക്കാം, ഫോൺ നമ്പർ ചേഞ്ച് ആക്കാം, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. ബട്ട് ഈ സറോഗേറ്റ് കീസിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആസ് കമ്പയർഡ് ടു ഇമെയിൽ. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സറോഗേറ്റ് കീ കോൺസെപ്റ്റാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. സോ ഈ സറോഗേറ്റ് കീക്ക് മീനിങ് ഒന്നുമില്ല, ബട്ട് ഈ ഡേറ്റാബേസിന് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് സ്റ്റേബിളാണ്. ഈ സറോഗേറ്റ് കീസിൻ്റെ വാല്യൂ ചേഞ്ച് ആവത്തില്ല. ദെൻ സിംപ്ലറാണ്. ഇതിൻ്റെ സൈസും ചെറുതായിരിക്കും. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്, IDs പോലെ. പിന്നെ സേഫാണ്. നമ്മളിപ്പോൾ പ്രൈമറി കീയിൽ നമ്മളുടെ ഇമെയിൽ, ഫോൺ നമ്പർ ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് അത്രയ്ക്ക് സേഫ് അല്ല. സറോഗേറ്റ് കീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമുക്ക് സേഫായിട്ട് വയ്ക്കാൻ പറ്റും. ദെൻ ഫാസ്റ്റർ ആയിരിക്കും, ബിക്കോസ് ഇൻഡെക്സ് ആൻഡ് സെർച്ചസ് എല്ലാം ക്വിക്കർ ആയിരിക്കും സ്മോൾ നമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. ഇതാണ് സറോഗേറ്റ് കീ. സറോഗേറ്റ് കീ ഈസ് നത്തിങ് ബട്ട് എ ഫേക്ക് IDs ഗിവൻ ടു ടേബിൾസ്. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് കോഡ്, പ്രോഡക്റ്റ് നെയിം ആൻഡ് പ്രൈസ് ഉണ്ട്. ഇതിൽ നമ്മൾ പ്രോഡക്റ്റ് കോഡാണ് പ്രൈമറി കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് പ്രോഡക്റ്റ് കോഡ് ചിലപ്പോൾ ചേഞ്ച് ആവാം. അപ്പോൾ അവിടെ വരുന്ന പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഒരു സറോഗേറ്റ് കീ ആഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് പ്രോഡക്റ്റ് ID എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വാല്യൂസ് 1 and 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സറോഗേറ്റ് കീ ആണ് ഈ ഒരു ടേബിളിൻ്റെ പ്രൈമറി കീ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീപ്പറായിട്ട് പോകണമെങ്കിൽ, സറോഗേറ്റ് കീ യൂസ് ചെയ്തിട്ട് ഡീപ്പറായിട്ട് പോകണമെങ്കിൽ BCNF, 4th നോർമൽ ഫോം, 5th നോർമൽ ഫോം ഇതൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ഡീനോർമലൈസേഷൻ എന്നൊരു പ്രോസസ്സുണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. ഡീനോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലൈസേഷൻ പ്രോസസ്സിനെ റിവേഴ്സ് ആക്കുന്നതാണ്. എക്സാമ്പിൾ ടേബിൾസിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അതിനെ റിവേഴ്സ് ആക്കുന്നതാണ് ഡീനോർമലൈസേഷൻ. ഇനി BCNF 4th and 5th നോർമൽ ഫോം നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ബോയ്സ് കോഡ് നോർമൽ ഫോം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് BCNF. ഒരു റിലേഷൻ ഈ BCNFലായിരിക്കണമെങ്കിൽ അതാദ്യം തേർഡ് നോർമൽ ഫോമിലായിരിക്കണം. ലാസ്റ്റ് വീഡിയോയിൽ തന്നെ കണ്ടു, ഈ നോർമലൈസേഷൻ പ്രോഗ്രസീവ് ആണ്. ഇപ്പോൾ തേർഡ് നോർമൽ ഫോമിൽ ഒരു റിലേഷൻ വരണമെങ്കിൽ അത് സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. സെക്കൻഡ് നോർമൽ ഫോമിൽ വരണമെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അപ്പോൾ ഈ നോർമലൈസേഷൻ പ്രോഗ്രസീവ് ആണ്. സോ ഒരു റിലേഷൻ, ഒരു ടേബിൾ BCNFൽ വേണമെങ്കിൽ അത് തേർഡ് നോർമൽ ഫോമിൽ ആയിരിക്കണം.
ഒരു റിലേഷൻ ബി സി എൻ എഫ് ആണെങ്കിൽ നമുക്ക് എക്സ് ഡിറ്റർമൈൻസ് വൈ, ഇതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇത് എക്സ് വെച്ചിട്ട് നമുക്ക് വൈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഡിറ്റർമിനൻ്റ് ആണ്, വൈ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു എക്സ് നോൺ കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ ഇത് ബി സി എൻ എഫിലല്ല. അപ്പോൾ ഒരു റിലേഷൻ ബി സി എൻ എഫ് ആയിരിക്കണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് എപ്പോഴും ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. പ്രൈം ആട്രിബ്യൂട്ടിൽ പ്രൈമറി കീ വരാം ആൻഡ് കാൻഡിഡേറ്റ് കീസും വരാം. കാൻഡിഡേറ്റ് കീസ് ആൻഡ് പ്രൈമറി കീസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഡിറ്റർമൈൻസ് വൈ ആണെങ്കിൽ എക്സ് എപ്പോഴും ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പോഴേ ആ ഒരു ടേബിൾ, ഒരു റിലേഷന് നമുക്ക് ബി സി എൻ എഫിലുണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിലേഷനാണ്. അതിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിൽ എ ആൻഡ് ബി ഇത് പ്രൈമറി ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ എയും ബിയും വെച്ചിട്ട് നമുക്ക് സി കണ്ടുപിടിക്കാം. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ കൊമ ബി വെച്ചിട്ട് നമുക്ക് സി കണ്ടുപിടിക്കാം. ആൻഡ് വൺ മോർ ആരോയും കൂടി വരുന്നുണ്ട്, സെക്കൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിട്ട് സി വെച്ചിട്ട് ബി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളിതൊരു പ്രൈമറി കീ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് എയും ബിയും മാത്രമാണ്. സി ഒരു പ്രൈം ആട്രിബ്യൂട്ട് അല്ല. ബട്ട് ആ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ബീനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൽ ഡിപ്പെൻഡൻസീസ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ബി സി എൻ എഫിലല്ല. ബിക്കോസ് ബി സി എൻ എഫിൽ എപ്പോഴും ഒരു കാൻഡിഡേറ്റ് കീ, ഒരു പ്രൈം ആട്രിബ്യൂട്ട് വെച്ച് മാത്രമേ നമുക്ക് ഡിപ്പെൻഡൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എക്സ് ഡിറ്റർമൈൻസ് വൈ ആണെങ്കിൽ എക്സ് എപ്പോഴും ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ സി വെച്ചിട്ട് ബി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സി ഡിറ്റർമൈൻസ് ബി എന്ന് പറഞ്ഞു. ബട്ട് സി ഒരു പ്രൈം ആട്രിബ്യൂട്ട് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ബി സി എൻ എഫ്. അപ്പോൾ ഇതിൽ ബി സി എൻ എഫിലാവണമെങ്കിൽ ഈ ടേബിളിനെ നമുക്ക് സ്പ്ലിറ്റാക്കി ചെയ്താൽ മതി. ഇതിൽ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് നമ്പർ, ഇൻസ്ട്രക്ടർ നമ്പർ ആൻഡ് കോഴ്സ് നമ്പർ. ഇതിൽ സ്റ്റുഡൻറ്റ് നമ്പർ ആൻഡ് ഇൻസ്ട്രക്ടർ നമ്പർ ഈ രണ്ടുമാണ് ഇതിൻ്റെ പ്രൈമറി കീ. കോഴ്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ്. ബട്ട് ഇതിൽ ഡിപ്പെൻഡൻസി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റ് നമ്പറും ഇൻസ്ട്രക്ടർ നമ്പറും വെച്ചിട്ട് നമുക്ക് കോഴ്സ് നമ്പർ കണ്ടുപിടിക്കാം. സ്റ്റുഡൻറ്റ് നമ്പർ ആൻഡ് ഇൻസ്ട്രക്ടർ നമ്പർ വെച്ചിട്ട് നമുക്ക് കോഴ്സ് നമ്പർ കണ്ടുപിടിക്കാം. ഇത് ഓക്കെ ആണ്. ബിക്കോസ് ഈ ഇപ്പുറത്തെ സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാം പ്രൈം ആട്രിബ്യൂട്ടാണ്. അത് വെച്ചിട്ട് നമ്മൾ വേറൊരു ആട്രിബ്യൂട്ടിനെ കണ്ടുപിടിക്കുന്നു. ബട്ട് ഇതിൽ സെക്കൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കൊടുത്തിട്ടുണ്ട്, കോഴ്സ് നമ്പർ വെച്ചിട്ട് ഇൻസ്ട്രക്ടർ നമ്പർ കണ്ടുപിടിക്കാം എന്ന്. അപ്പോൾ ഈ ഒരു ടേബിൾ ബി സി എൻ എഫിലല്ല. ബിക്കോസ് ഈ കോഴ്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് അല്ല. പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ അടിയിലൊരു ലൈൻ കാണും. ഇതിലില്ല, ഇത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇൻസ്ട്രക്ടർ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ ബി സി എൻ എഫിൽ ഇല്ല. അപ്പോൾ ഇതിനെ ബി സി എൻ എഫ് ആക്കണമെങ്കിൽ ഈ ഒരു റിലേഷൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇതിൽ ബി സി എൻ എഫ് റൂൾസ് വയലേറ്റ് ചെയ്തത് ഈ ഇൻസ്ട്രക്ടർ നമ്പറും കോഴ്സ് നമ്പറുമാണ്. അപ്പോൾ ആദ്യം ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻസ്ട്രക്ടർ നമ്പറും കോഴ്സ് നമ്പറും ഒരു ടേബിളാക്കാം. ദെൻ അടുത്ത ഇതിൽ സ്റ്റുഡൻറ്റ് നമ്പറും കോഴ്സ് നമ്പറും വെച്ചിട്ട് വേറൊരു ടേബിളും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റൂള് വയലേറ്റ് ചെയ്യത്തില്ല. നമുക്ക് സ്റ്റുഡൻറ്റ് നമ്പർ വെച്ചിട്ട് കോഴ്സ് നമ്പർ കണ്ടുപിടിക്കാം ആൻഡ് കോഴ്സ് നമ്പർ വെച്ചിട്ട് ഇൻസ്ട്രക്ടർ നമ്പറും കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബി സി എൻ എഫിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ടേബിളിനെ സ്പ്ലിറ്റ് ആക്കിയാൽ മതി. ഇതിൽ കുറച്ച് കീ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ബി സി എൻ എഫ് എപ്പോഴും റിഡൻഡൻസി ഫ്രീ ആയിരിക്കും. ദെൻ ഒരു റിലേഷൻ ബി സി എൻ എഫ് ആണെങ്കിൽ അത് 3NF കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ ഒരു റിലേഷൻ, ഒരു ടേബിളിലുള്ള എല്ലാം പ്രൈം ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ടെന്ന് വെക്കാം, ഈ ടേബിളിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും പ്രൈം ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ ആ ടേബിൾ 3NFിലായിരിക്കും എപ്പോഴും. ആൻഡ് ഇപ്പോൾ ഒരു റിലേഷണൽ ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ, ഒരു ഡേറ്റാബേസിൽ നിന്ന് ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് നോർമൽ ഫോമിലെങ്കിലും ആയിരിക്കണം. ദെൻ ഇപ്പോൾ ബൈനറി റിലേഷൻ ആണെങ്കിൽ, ഒരു റിലേഷൻ ആണെങ്കിൽ ടേബിളാണ്. അപ്പോൾ ബൈനറി റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടേബിളിൽ 2 ആട്രിബ്യൂട്ട്സ് മാത്രം ഉള്ളത്. അങ്ങനെ 2 ആട്രിബ്യൂട്ട്സ് മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ എപ്പോഴും ബി സി എൻ എഫിൽ ആയിരിക്കും. പിന്നെ ഒരു റിലേഷനിൽ ഒരു സിംഗിൾട്ടൺ കാൻഡിഡേറ്റ് കീ മാത്രമേ ഉള്ളൂ എന്ന് വെക്കാം. ദാറ്റ് ഈസ് എവറി കാൻഡിഡേറ്റ് കീ കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ആട്രിബ്യൂട്ട്. കാൻഡിഡേറ്റ് കീസിലെല്ലാം ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കാം. ആ കേസിൽ ആ റിലേഷൻ എപ്പോഴും 2NFിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് റോൾ നമ്പർ, നെയിം ഇത് രണ്ടും വെച്ചിട്ട് ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. പിന്നെ ഇമെയിൽ, നെയിം ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ
കോമ്പിനേഷൻ ആയിട്ട് വരാതെ സിംഗിളായിട്ട് വരുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇപ്പോൾ റോൾ നമ്പർ മാത്രമാണ് കാൻഡിഡേറ്റ് കീയിലുള്ളത്, പിന്നെ അതല്ലാതെ റോൾ നമ്പർ, ഇമെയിൽ ഇതൊരു കാൻഡിഡേറ്റ് കീ ആണ്, ഫോൺ നമ്പർ ഒരു കാൻഡിഡേറ്റ് കീ ആണ്, ഇങ്ങനെ എല്ലാ കാൻഡിഡേറ്റ് കീസും സിംഗിൾ ആണെങ്കിൽ ആ റിലേഷൻ എപ്പോഴും 2NFലായിരിക്കും. ഇത്രയൊക്കെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് നോട്ടായിട്ട് പറയുന്നുള്ളൂ. പിന്നെ അടുത്തുള്ളതാണ് ഫോർത്ത് നോർമൽ ഫോം. ഫോർത്ത് നോർമൽ ഫോം പഠിക്കുന്നതിന് മുന്നേ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസ് എന്താണ് എന്ന് പഠിക്കണം. മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി, ഇപ്പോൾ എനിക്ക് ഒരു ഡിപ്പെൻഡൻസി എ ഡിറ്റർമൈൻസ് ബി ഇങ്ങനെ ഉണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു എക്ക് തന്നെ മൾട്ടിപ്പിൾ ബി വാല്യൂസ് ഉണ്ടെങ്കിൽ അതാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യാം. ഇതിൽ ഈ കോഴ്സും ബുക്കും എടുക്കാം. കോഴ്സ് ഫിസിക്സ് ആണ്, ഫിസിക്സ് ഒരു കോഴ്സാണ്, ഫിസിക്സ് 101 ഒരു കോഴ്സാണ്. അതിന് തന്നെ ഡിഫറെൻറ്റ് ബുക്സാണ് ഉള്ളത്, ഇലക്ട്രോണിക്സ്, ഒപ്റ്റിക്സ്, പിന്നെ മെക്കാനിക്സ്, ഇങ്ങനെ 3 ബുക്സാണ് ഉള്ളത് ഒരു കോഴ്സിന് തന്നെ. അപ്പോൾ ഈ കോഴ്സ് ഫിസിക്സ് വെച്ചിട്ട് നമുക്ക് 3 വാല്യൂസാണ് കിട്ടുന്നത്. ഒരു വാല്യൂ ഓഫ് എ ഡിറ്റർമൈൻസ് ബി ആണെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ഓഫ് എക്ക് തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് ഓഫ് ബി കാണും. അതേ കേസാണ് ഒരു ഫിസിക്സിന് തന്നെ നമുക്ക് 3 ബുക്സാണ് ഉള്ളത് ഈ ഒരു റിലേഷനിൽ. അപ്പോൾ ഇതാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. ലെഫ്റ്റ് സൈഡിൽ ഒരു വാല്യൂ കാണും, അതിന് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്പിൾ വാല്യൂസ് കാണും. ഇതാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ആക്കി ചെറിയ ചെറിയ ടേബിൾസ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി മാറിക്കോളും. അപ്പോൾ ഈ ഫോർത്ത് നോർമൽ ഫോമിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസ് ആണ് റിമൂവ് ചെയ്യുന്നത്. ഫോർത്ത് നോർമൽ ഫോം ഇസ് എ ഡയറക്റ്റ് ജനറലൈസേഷൻ ഓഫ് BCNF. A relation will be in 4NF if it is in Boy's code normal form and has no multi-valued dependency. ഒരു റിലേഷൻ ഫോർത്ത് നോർമൽ ഫോമിൽ വരണമെങ്കിൽ അത് ബോയ്സ് കോഡ് നോർമൽ ഫോമിലായിരിക്കണം ആൻഡ് അതിൽ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസ് വരാൻ പാടില്ല. ദെൻ ഇതിന് 2 കണ്ടീഷനുണ്ട്. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ആ ഒരു ടേബിൾ ഫോർത്ത് നോർമൽ ഫോമിലാണ് ഉള്ളതെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതിൽ ഒരു കണ്ടീഷനാണ്, ഇപ്പോൾ എക്സ് ഡിറ്റർമൈൻസ് വൈ ഇങ്ങനെയാണെങ്കിൽ ഒരു വാല്യൂ ഫോർ 1 വാല്യൂ ഓഫ് എക്സ് വിൽ ബി ഹാവിങ് മൾട്ടിപ്പിൾ വാല്യൂസ് ഓഫ് വൈ. അതാണ് ഇതിൻ്റെ മീനിങ്. ഇത് നമ്മൾ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഡബിൾ ആരോ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ മൾട്ടിപ്പിൾ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇപ്പോൾ എക്സ് ഡിറ്റർമൈൻസ് വൈ ഇതൊരു മൾട്ടിപ്പിൾ ഡിപ്പെൻഡൻസി ആണെന്ന് വയ്ക്കാം. ഇപ്പോൾ എക്സ് ഒരു സൂപ്പർ കീ ആണെങ്കിൽ ഈ ഒരു ടേബിൾ ഫോർത്ത് നോർമൽ ഫോമിലാണ് ഉള്ളത്. ആൻഡ് അല്ലെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു ആർ എന്ന് എടുത്താലും ഈ ഒരു ടേബിൾ ഫോർത്ത് നോർമൽ ഫോമിലാണ് ഉള്ളതെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇനിയുള്ളതാണ് ഫിഫ്ത്ത് നോർമൽ ഫോം. ഒരു റിലേഷൻ ഫിഫ്ത്ത് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ ആദ്യം ഫോർത്ത് നോർമൽ ഫോമിൽ അതായിരിക്കണം. ആൻഡ് ഇതിൽ ജോയിൻറ്റ് ഡിപ്പെൻഡൻസീസ് പാടില്ല ആൻഡ് ജോയിനിങ് ലോസ്ലെസ് ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു ഒറിജിനൽ ടേബിൾ ഉണ്ടെന്ന് വയ്ക്കാം. ഈ ടേബിളിൽ 2-3 റെക്കോർഡ്സാണ് ഉള്ളത്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റാക്കി 2 ടേബിളാക്കി ടേബിളാക്കിയിട്ടുണ്ട്. ഇനി സ്പ്ലിറ്റാക്കിയ ഈ 2 ടേബിളിനെയും നമ്മൾ നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ ഒറിജിനൽ ടേബിളാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ജോയിൻറ്റ് ഡിപ്പെൻഡൻസി ഉണ്ട്. ജോയിൻറ്റ് ഡിപ്പെൻഡൻസി വരുമ്പോഴാണ് നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് 2 ടേബിളിനെ കമ്പൈൻ ചെയ്യുമ്പോൾ പഴയ ഒറിജിനൽ ടേബിൾ തന്നെ കിട്ടുന്നത്. ഇതിൽ ഈ ജോയിനിങ് എന്ന് പറയുന്നത് ലോസ്ലെസ് ജോയിനിങ്ങും ഉണ്ട്, ലോസി ജോയിനും ഉണ്ട്. ലോസ്ലെസ് ജോയിനിങ് മീൻസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഡേറ്റ ലോസ് ആവത്തില്ല. ലോസി ജോയിൻ മീൻസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഡേറ്റ ലോസ് ആവും. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് നോർമൽ ഫോമിൽ ഈ ഒരു ജോയിൻ ഡിപ്പെൻഡൻസി ആണ് റിമൂവ് ചെയ്യുന്നത്. 5NF is satisfied when all the tables are broken into as many tables as possible in order to avoid redundancy. നമ്മൾ ഒരു ടേബിളിനെ തന്നെ ഡിഫറെൻറ്റ് ടേബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ബ്രോക്ക് ചെയ്യും ഇൻറ്റു ആസ് മെനി ടേബിൾസ് ആസ് പോസിബിൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് റിഡൻഡൻസി. അപ്പോൾ ഇങ്ങനെയാണ് ഫിഫ്ത്ത് നോർമൽ ഫോം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടേബിൾ ഫിഫ്ത്ത് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ അവിടെ ജോയിൻറ്റ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. ആൻഡ് ജോയിൻറ്റ് ഡിപ്പെൻഡൻസി മീനിങ് ഒരു ടേബിളിനെ നമ്മൾ സ്പ്ലിറ്റാണ് ചെയ്യുന്നത് ഫിഫ്ത്ത് നോർമൽ ഫോമിൽ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത ടേബിൾസിനെ എല്ലാം നമ്മൾ നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ ഒറിജിനൽ ടേബിൾ തന്നെ കിട്ടുവാണെങ്കിൽ അവിടെ ജോയിൻറ്റ് ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടേബിളിനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഈ ഫിഫ്ത്ത് നോർമൽ ഫോമിനെ നമ്മൾ പ്രോജക്റ്റ് ജോയിൻ നോർമൽ ഫോം എന്നും കൂടി പറയാറുണ്ട്. ആൻഡ് ക്വസ്റ്റ്യന് ഈ പേരിൽ വരാനും ചാൻസ് ഉണ്ട്.
ദെൻ ജോയിൻറ്റ് ഡിപ്പെൻഡൻസി ആണ്. ജോയിൻറ്റ് ഡീകമ്പോസിഷൻ ഈസ് എ ഫർദർ ജനറലൈസേഷൻ ഓഫ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസ്. ഇഫ് ദ ജോയിൻ ഓഫ് R1 and R2 over C is equal to the relation R, then we say that a joint dependency exists, where R1 and R2 are the decompositions R1 of A, B, C and R2 of C, D of a given relation R of A, B, C, D. Alternatively, R1 and R2 are a lossless decomposition of R. ഓക്കെ, ഇപ്പോൾ ജോയിൻറ്റ് ഡിപ്പെൻഡൻസി ഉണ്ടോയെന്ന് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ടേബിളിനെ നമ്മൾ കുറേ ടേബിൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ ഒറിജിനൽ ടേബിൾ കിട്ടുവാണെങ്കിൽ അവിടെ ജോയിൻറ്റ് ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ടേബിളിനെ ജോയിൻ ചെയ്യുന്നത് എന്തെങ്കിലും കോമൺ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് മോഡ്യൂൾ ഓവർ. ഇനി അടുത്ത വീഡിയോയിൽ എയ്തർ ഫോർത്ത് മോഡ്യൂൾ അല്ലെങ്കിൽ തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.